ഹലോ എവ്രി വൺ, നമ്മുടെ ബറ്റാലിയൻ ബാച്ചിന്റെ വൊക്കാബുലറി സീരീസ് ആയിട്ടുള്ള വൊക്കാബ് ബൂസ്റ്ററിന്റെ 4th സെഷനാണ് ഇന്ന്. അപ്പൊ ഇന്നെന്ന് പറയുന്നത് നമ്മുടെ ലെറ്റർ ഡി ആണ്. അപ്പൊ നമ്മൾ എ ബി സി ഈ 3 ലെറ്റേഴ്സിലുള്ള കുറെ സിനോണിംസ് ഡിസ്കസ് ചെയ്തു. അപ്പൊ നമുക്ക് ഇന്ന് ലെറ്റർ ഡിയിലുള്ള കുറച്ച് സിനോണിംസ് നോക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഓക്കെ, ആദ്യത്തെ വേർഡ് എന്ന് പറയുന്നത് ഡോണ്ട് ലെസ്. ഡോണ്ട് ലെസ് അപ്പൊ എന്തോ ഇല്ലാത്തൊരു കാര്യം, ഡോണ്ട് ലെസ്. അപ്പം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിയർലെസ് എന്നുള്ളൊരു മീനിങ് ആണ്. പേടിയില്ല, ഫിയർലെസ്. പേടിയില്ലെന്ന് വെച്ചാൽ ഭയങ്കര ധൈര്യമുള്ള, ബ്രേവ് ആയിട്ടുള്ള, കറേജിയസ് ആയിട്ടുള്ള. അപ്പൊ ഇതെല്ലാം ഇതിന്റെ സിനോണിംസ് ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ സിനോണിംസ് കുറച്ച് നോക്കാം. ബ്രേവ്, വാലിയന്റ്, audacious, courageous, ഓക്കെ, ഇതൊക്കെ ഫിയർലെസിന്റെ സിനോണിയംസ് ആണ്. ഒരുപാട് സിനോണിയംസ് ഈ ഒരു വേർഡിനുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഓർക്കുക, ഫിയർലെസിന്റെ സിനോണിയംസ് ആണ് ഡോണ്ട്ലെസ്, ബ്രേവ്, വാലിയന്റ്, ഒഡേഷ്യസ്, കറേജിയസ്. ഓക്കെ, അപ്പൊ ബാക്കി വേർഡ്സ് ഒക്കെ നോക്കാം. ഹെസിറ്റന്റ്, വീക്ക്, കെയർലെസ്. അപ്പൊ ഇതൊക്കെ ഇതോട്ടൊരു ബന്ധമില്ലാത്ത വേർഡാ. നമ്മുടെ ഇവിടുത്തെ മീനിങ് എന്ന് പറയുന്നത് ബ്രേവ് ആയിട്ടുള്ള, കറേജിയസ് ആയിട്ടുള്ള, ഭയങ്കര എന്താ പറയാ, ഒഡേഷ്യസ് ആയിട്ടുള്ള, ബോൾഡ് ആയിട്ടുള്ള. ബോൾഡും വരും, ബോൾഡ്. അപ്പൊ ഇത്രയാണ് ഡോണ്ട്ലെസ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോ. അടുത്തത്, വാട്ട്സ് എ സിനോണിയം ഓഫ് ഡിക്രൈ? ഡിക്രൈ. അപ്പൊ നമുക്ക് ഇതിന്റെ ഓപ്ഷൻ നോക്കാം. പ്രൈസ്, കണ്ടം, ഇഗ്നോർ, സെലിബ്രേറ്റ്. അപ്പൊ ഡിക്രൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുക, വിമർശിക്കുക, കുറ്റപ്പെടുത്തുക. ആ ഒരു മീനിങ് ആണ് ഡിക്രൈ എന്ന് പറയുന്ന വേർഡിന്റെ. അപ്പം ഇവിടുത്തെ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് കണ്ടം ആണ്. നമ്മൾ ലെറ്റർ സിയിലുള്ള സിനോണിംസ് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിരുന്നു കണ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിട്ടിസൈസ് എന്നാണ്. അപ്പൊ ഇവിടെ അതിന്റെ അനദർ വേർഡ് കിട്ടി ഡിക്രൈ. ഡിക്രൈയുടെ സിനോണിയം ഇവിടെ കണ്ടം ആണ്. അതിന്റെ സിനോണിംസ് കുറച്ചും കൂടെ നോക്കാം. സെൻഷ്വർ, പിലോറി, ക്രിട്ടിസൈസ്, ബ്ലെയിം എന്നും പറയാം. ഓക്കെ, ഇതൊക്കെയാണ് ഡിക്രൈയുടെ സിനോണിംസ് എന്ന് പറയുന്നത്. അപ്പൊ ഡിക്രൈ എന്ന് പറയുമ്പോൾ ഓർക്കുക, ക്രിട്ടിസൈസ് ചെയ്യുക, കണ്ടം, സെൻഷ്വർ, പിലോരി, ബ്ലെയിം. ഇതൊക്കെയാണ് ഡിക്രൈയുടെ സിനോണിംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വേർഡ് നോക്കാം. അടുത്തത് ഡിവോയിഡ്. ഡിവോയിഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എംപ്റ്റിനെസ്സിനെ സൂചിപ്പിക്കുന്നതാണ്. ഒന്നുമില്ലാതെ വാക്വം ആയിട്ടുള്ള ആ ഒരു അവസ്ഥ, വേക്കന്റ് ആയിട്ടുള്ള ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ ഡിവോയിഡ് എന്ന് പറയുന്നത്. ഡിവോയിഡ്. അപ്പൊ അതിന്റെ സിനോണിയം എന്ന് പറയുന്നത് ഏതായിരിക്കും? യെസ്, എംപ്റ്റി ആണ്. എംപ്റ്റി ഈസ് ദ മീനിങ് ഓഫ് ഡിവോയിഡ്. ഇനി അതിന്റെ സിനോണിയം നോക്കാം. എന്താ പറയാ, വേക്കന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ലാക്കിംഗ്, എന്തെങ്കിലും കുറവുള്ളത്, ലാക്കിംഗ്. പിന്നെന്താ, empty, vacant, lacking, scarce. ഇതൊക്കെ ഡിവോയിഡിന്റെ സിനോണിംസ് ആണ്. ഓക്കെ, ഡിവോയിഡ് എന്ന് വെച്ചാൽ ഓർക്കുക, ഭയങ്കര എന്താ പറയാ, എംപ്റ്റി ആയിട്ടുള്ള, വേക്കന്റ് ആയിട്ടുള്ള, ശൂന്യമായിട്ടുള്ള ഒരു അവസ്ഥ. ഓക്കെ, ഇനി അടുത്തത്, വാട്ട്സ് ദ സിനോണിയം ഓഫ് ഡിലീറ്റീരിയസ്? ഇപ്പൊ ഡിലീറ്റീരിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള, ഹേർട്ട്ഫുൾ ആയിട്ടുള്ള, ഹാംഫുൾ ആയിട്ടുള്ള കാര്യം എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ ഡിലീറ്റീരിയസിന്റെ മീനിങ് എന്ന് പറയുന്നത് ഹാംഫുൾ ആണ്. ഹാംലെസ്സും ഓപ്ഷനിലുണ്ട്, കണ്ടോ? അപ്പൊ ഹാംഫുൾ ആണ് ഇതിന്റെ സിനോണിയം എന്ന് പറയുന്നത്. അപ്പൊ ഹാംലെസ് എന്തായിരിക്കും? ആന്റണിയം ആയിരിക്കും, അല്ലേ? അപ്പൊ ഹാംഫുൾ. വേറെ വേർഡ്സ് എന്തൊക്കെയാ? പെർനീഷ്യസ്, പെർനീഷ്യസ്. അതുപോലെ ട്രെഡ്ഫുൾ എന്ന് പറഞ്ഞൂടെ? dreadful, hurtful, hurtful, dangerous, challenging. ഇതെല്ലാം ഈ വേർഡിന്റെ സിനോണിയംസ് ആണ്. അപ്പൊ ഡിലീറ്റീരിയസിന്റെ സിനോണിയംസ് ആണ് ഹാംഫുൾ, പെർനീഷ്യസ്, dreadful, hurtful, dangerous, challenging.
അടുത്തത് വാട്ട്സ് സിനോണിയം ഓഫ് ഡയർ? ഡയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള, ക്രിട്ടിക്കൽ ആയിട്ടുള്ള, ക്രൂഷ്യൽ ആയിട്ടുള്ള, എന്താ പറയാ, ഭയങ്കര അർജന്റ് ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ്. അപ്പൊ ഇവിടെ ഡയറിന്റെ സിനോണിയം ഏതായിരിക്കും? യെസ്, ഇറ്റ്സ് അർജന്റ്. അർജന്റ് ആണ് ഡയറിന്റെ സിനോണിയം എന്ന് പറയുന്നത്. അതിന്റെ മീനിങ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള, ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ്. ഓക്കെ, അർജന്റിന്റെ മീനിങ് ക്രൂഷ്യൽ, ക്രിട്ടിക്കൽ, അലാർമിംഗ് എന്ന് പറയാം. അലാർമിംഗ്. ഓക്കെ, ഇനി എന്ത് പറയാം? സീരിയസ് എന്ന് പറയാം. സീരിയസ്. ഓക്കെ, അപ്പൊ ഡയറിന്റെ സിനോണിയംസ് ആണ് അർജന്റ്, ക്രൂഷ്യൽ, ക്രിട്ടിക്കൽ, അലാർമിംഗ്, സീരിയസ്. ഓക്കെ, ഇനി അടുത്ത വേർഡ്. വാട്ട്സ് ദ സിനോണിയം ഓഫ് ഡിവോട്ട്? ഡിവോട്ട് എന്ന് പറയുമ്പോൾ ആ വേർഡ് കേൾക്കുമ്പോൾ തന്നെ ഒരു വേർഡ് ഓർമ്മ വരൂലേ? ഡിവോട്ടഡ് എന്ന് പറയൂലേ? അപ്പൊ എന്താ? ഭയങ്കര ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള, സ്പിരിച്വൽ ആയിട്ടുള്ള, പ്രാർത്ഥന, പ്രേയിങ്, ആ ഒരു മീനിങ്ങിലൊക്കെയാണ് വരുന്നത്. അപ്പൊ ഡിവോട്ടിന്റെ മീനിങ് എന്ന് പറയുന്നത് ഫെയ്ത്ത്ഫുൾ. ഇവിടുത്തെ ഇല്ലസ്ട്രേഷൻ നോക്കിയാൽ മതി, അത് തന്നെ കാണുമ്പോൾ നിങ്ങൾ ഓർക്കുക. ഡിവോട്ട് എന്ന് ആലോചിക്കുമ്പോൾ ഈ ഇമേജ് ഓർക്കുക. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയ്ത്ത്ഫുൾ, ഭയങ്കര ഡിവോട്ടഡ് ആയിട്ടുള്ള, ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള, റിലീജിയസ് ആയിട്ടുള്ള, റിലീജിയസ്, സ്പിരിച്വൽ, ഡിവോട്ടഡ്. ഓക്കെ, ഫെയ്ത്ത്ഫുൾ, റിലീജിയസ്, സ്പിരിച്വൽ, ഡിവോട്ടഡ്, ഇതൊക്കെയാണ് ഡിവോട്ടിന്റെ സിനോണിംസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വാട്ട്സ് ദ സിനോണിയം ഓഫ് ഡിറൈഡ്? ഡിറൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ കളിയാക്കുക, പരിഹസിക്കുക, ആ ഒരു മീനിങ്ങിൽ പറയുന്ന വേർഡാണ് ഡിറൈഡ്. ഡിറൈഡിന്റെ ഇവിടുത്തെ സിനോണിയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോക്ക് എന്നാണ്. മോക്കിന്റെ അർത്ഥം കളിയാക്കുക എന്ന് തന്നെയല്ലേ? മോക്ക്, മേക്ക് ഫൺ ഓഫ്, ആ ഒരു മീനിങ് ആണ് ഡിറൈഡ് എന്ന് പറയുന്ന വാക്കിന്റെ. അപ്പൊ അതിന്റെ സിനോണിയംസ് നോക്കാം. മോക്ക്, റിഡിക്യൂൾ, മേക്ക് ഫൺ ഓഫ് എന്നൊക്കെ പറയാം. അപ്പം ഇതാണ് ഡിറൈഡിന്റെ സിനോണിയം എന്ന് പറയുന്നത്. മോക്ക്, റിഡിക്യൂൾ, മേക്ക് ഫൺ ഓഫ്, ഇതൊക്കെ എന്തിന്റെ സിനോണിയമാണ്? ഡിറൈഡിന്റെ സിനോണിയമാണ്. അടുത്തത് വാട്ട്സ് ദ സിനോണിയം ഓഫ് ഡെക്സ്റ്ററസ്? ഡെക്സ്റ്ററസിന്റെ സിനോണിയം എന്താന്ന് നോക്കാം. ക്ലംസി, സ്കിൽഫുൾ, സ്ലോ, ഓക്വേർഡ്. ഇപ്പൊ ഡെക്സ്റ്ററസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്കിൽഫുൾ ആയിട്ടുള്ള, ടാലന്റഡ് ആയിട്ടുള്ള ആ ഒരു മീനിങ്ങിൽ പറയുന്ന വേർഡാണ്. അപ്പൊ ഇവിടുത്തെ സിനോണിയം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, സ്കിൽഫുൾ, which means agile, അതുപോലെ nimble, talented, ഇതൊക്കെ ഡെക്സ്റ്ററസിന്റെ സിനോണിയംസ് ആണ്. സ്കിൽഫുൾ, agile, nimble, അതുപോലെ എന്താ? ടാലന്റഡ്. ഓക്കെ, ഇനി അടുത്തത് വാട്ട് ഈസ് ദ സിനോണിയം ഓഫ് ഡിസക്രേറ്റ്? ഡിസക്രേറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിയം എന്താണെന്നാണ്. അപ്പം ഈ ഒരു ഡി വരുമ്പോഴേ നമുക്കറിയാം കൂടുതൽ നെഗറ്റീവ് വേർഡ്സിനാണ് ഡി വരുന്നത്. അപ്പം ഡിസക്രേറ്റ് എന്ന് പറയുമ്പം ഒരാളെ എന്താ? ഡിസോണർ ചെയ്യുക, നിന്ദിക്കുക, അല്ലെങ്കിൽ ഡിസ്റെസ്പെക്ട് ചെയ്യുക, ആ ഒരു മീനിങ് ആണ്. അപമാനിക്കുക, ആ ഒരു മീനിങ് ആണ് ഡിസക്രേറ്റിന്റെ. അപ്പൊ ഇവിടുത്തെ മീനിങ് ഏതായിരിക്കും? ഹോണർ ആണോ? അല്ല, അത് ആന്റോണിയം ആണ്. പിന്നെ ഡിഫൈൽ, പ്രൊട്ടക്ട്, ബ്ലസ്. അപ്പൊ ഏതായിരിക്കും? ഇറ്റ്സ് ഡിഫൈൽ. അപ്പൊ ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഡിസ്ഡെയിൻ വരും. ഡിസ്ഡെയിൻ സിനോണിയംസ് ആണ്. ഡിസ്ഡെയിൻ, ഡിസോണർ, ഡിസ്റെസ്പെക്ട്, അപ്പൊ ഇതൊക്കെയാണ് ഡിസക്രേറ്റിന്റെ സിനോണിംസ് എന്ന് പറയുന്നത്. ഡിഫയൽ, ഡിസ്റെസ്പെക്ട്, ഡിസോണർ, ഡിസ്ഡൈൻ, ഇതൊക്കെ ഡിസക്രേറ്റിന്റെ സിനോണിംസ് ആണ്. ഓക്കെ, അടുത്തത് വാട്ട്സ് ദ സിനോണിയം ഓഫ് ഡെല്യൂഷൻ? അതെല്ലാവർക്കും അറിയാം. ഡെല്യൂഷൻ എന്ന് വെച്ചാൽ എന്താ? ഇല്യൂഷൻ, ഡെല്യൂഷൻ, ഇതൊക്കെ ഒരു സെയിം കൈൻഡ് ഓഫ് ഇതിൽ വരുന്ന വേർഡ്സ് ആണ്. അപ്പം ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇല്യൂഷൻ ആണ്. അപ്പൊ ഡെല്യൂഷന്റെ സിനോണിയം ഇവിടെ ഇല്യൂഷൻ ആണ്. ഇനി അനദർ വേർഡ്സ് ഏതൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാലൂസിനേഷൻ എന്ന് പറയാം.
ഹാലുസിനേഷൻ. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തോന്നലാണ്, മൈൻഡിന്റെ ഓരോ തോന്നലാണ് അല്ലേ. അപ്പൊ ആ ഒരു മീനിങ്ങിലാണ് ഈ വേർഡ്സ് ഒക്കെ പറയുന്നത്. കമ്പൈൻഡ് ആയിട്ട് ഒരു ഫാമിലി പോലെ വരുന്ന വേർഡ്സ് ആണ് ഡെലൂഷൻ, ഇല്യൂഷൻ, ഹാലൂസിനേഷൻ. ഓക്കെ, അടുത്തത് ഡിവൾജ്. ഡിവൾജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇമേജ് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? യെസ്, എന്തെങ്കിലും ഒരു കാര്യം റിവീൽ ചെയ്യുക, ഒരു സീക്രട്ട് റിവീൽ ചെയ്യുക. റിവീൽ എന്ന് പറയുന്ന മീനിങ് ആണ് ഡിവൾജ് എന്ന് പറയുന്ന വേർഡിനുള്ളത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്, ഇവിടുത്തെ അപ്രോപ്രിയേറ്റ് സിനോണിയം എന്ന് പറയുന്നത് റിവീൽ ആണ്. അപ്പൊ ഇവിടുത്തെ കണ്ടോ, കൺസീൽ എന്ന് പറയുന്ന ഒരു വേർഡ് വരുന്നുണ്ട് ഓപ്ഷൻ ബിയിൽ. അപ്പൊ കൺസീൽ എന്ന് പറയുമ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് മീനിങ് ആണ്, എന്റോണിയം ആണ്. എന്തെങ്കിലും ഒരു കാര്യം മറയ്ക്കുക, ഹൈഡ് ചെയ്യുക എന്നുള്ള മീനിങ്ങിലാണ് പറയുന്നത്. അപ്പൊ ഡിവൾജ് മീൻസ് റിവീൽ. റിവീലിന്റെ വേറെ സിനോണിയംസ് നമുക്ക് നോക്കാം. കൺഫെസ്, കൺഫെസ്, അതുപോലെ എക്സ്പോസ് അല്ലേ. ഇതൊക്കെ റിവീലിന്റെ സിനോണിംസ് ആണ്. ഡിവൾജ്, കൺഫെസ്, എക്സ്പോസ്, അല്ലെങ്കിൽ എന്താ കമ്മ്യൂണിക്കേറ്റ് എന്ന് വരും. കമ്മ്യൂണിക്കേറ്റ്, കമ്മ്യൂണിക്കേറ്റ്, ഇതൊക്കെ ഡിവൾജിന്റെ സിനോണിംസ് ആണ്. ഓക്കെ, റിവീൽ, കൺഫെസ്, എക്സ്പോസ്, കമ്മ്യൂണിക്കേറ്റ്, ഇതെല്ലാം. ഓക്കെ, അടുത്തത് ഡിസ്പൈസ്. ഓക്കെ, ഡിസ്പൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ഹേറ്റ് ചെയ്യുക, വെറുക്കുക, ആ ഒരു മീനിങ്ങിൽ പറയുന്ന വേർഡാണ്. അപ്പൊ ഡിസ്പൈസിന്റെ ഇവിടുത്തെ സിനോണിയം എന്ന് പറയുന്നത് സ്കോൺ ആണ്. സ്കോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഒരാളെ വെറുക്കുക, ഹേറ്റ് ചെയ്യുക, ഹേറ്റ്രെഡ്, അല്ലെങ്കിൽ അവരോടൊരു ദേഷ്യം, ആ ഒരു മീനിങ്ങിൽ പറയുന്നതാണ് ഡിസ്പൈസ്. അപ്പൊ ഇവിടെ നമുക്ക് ഹേറ്റ് എന്ന് പറയാം, ഹേറ്റ്. യെസ്, ഈ ഒരു മീനിങ് ആണ് ഡിസ്പൈസിലുള്ളത്. ഒരാളെ വെറുക്കുക, അല്ലെങ്കിൽ അവരെ എന്താ പറയാ, അവരോടുള്ള ദേഷ്യം, മിതമായിട്ടുള്ള ദേഷ്യം, ഇതൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് ഡിമർ. ഡിമർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ തടയുക, ഒപ്പോസ് ചെയ്യുക, ഒബ്ജക്ട് ചെയ്യുക, ഈ ഒരു മീനിങ്ങിൽ പറയുന്നതാണ് ഡിമർ. അപ്പൊ ഇതിന്റെ ഇവിടുത്തെ സിനോണിം എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ്. ഓക്കെ, വിച്ച് മീൻസ് ടു ഒപ്പോസ്, ആ ഒരു മീനിങ്ങിൽ പറയുന്നതാണ്. ഒബ്ജക്ട് മീൻസ് ഒപ്പോസ് അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് എന്നൊക്കെ പറയും. ഒപ്പോസ്, പ്രൊട്ടസ്റ്റ്, ഡിസഗ്രി, ഇതൊക്കെ ഡിമറിന്റെ മീനിങ്സ് ആണ്. ഒബ്ജക്റ്റ്, ഒപ്പോസ്, പ്രൊട്ടസ്റ്റ്, ഡിസഗ്രി, ഇതെല്ലാം. ഓക്കെ, അടുത്തത് ഡിമൈസ്. ഡിമൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കൂടുതൽ പേർക്ക് അറിയാം, അതൊരു നെഗറ്റീവ് വേർഡ് ആണ്. ഡിമൈസിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഡെത്തിനെയാണ് സൂചിപ്പിക്കുന്നത്, ഡെത്ത്. അപ്പൊ ഇവിടെ ഡിമൈസിന്റെ സിനോണിയം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ എൻഡിങ്, അൺവീലിംഗ്, റെഫ്യൂസൽ, ട്രിക്കറി. ഏതാ? ഡിമൈസിന്റെ സിനോണിയം എൻഡിങ് ആണ്, അല്ലെങ്കിൽ ഡെത്ത്. എന്തിന്റെങ്കിലും അവസാനം അല്ലെങ്കിൽ ഡെത്ത്, ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്ന വേർഡ് ആണ് ഡിമൈസ്. ഓക്കെ, അടുത്തത് ഡിക്കോയ്. ഡിക്കോയ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ടെംപ്റ്റ് ചെയ്യുക, അവരെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാന്നൊക്കെ പറയൂലേ, ആ ഒരു മീനിങ്ങിൽ പറയുന്ന വേർഡ് ആണ് ഡിക്കോയ്. അപ്പൊ ഡിക്കോയുടെ ഇവിടുത്തെ സിനോണിയം എന്ന് പറയുന്നത് ല്യൂർ ആണ്, ല്യൂർ. അപ്പൊ അതിന്റെ വേറെ സിനോണിയംസ് ആണ് ടെംപ്റ്റ്, സെഡ്യൂസ്, ഇതൊക്കെ. അപ്പം ഡിക്കോയുടെ സിനോണിയംസ് ഏതൊക്കെയാ? ല്യൂർ, ടെംപ്റ്റ്, സെഡ്യൂസ്, ഇതൊക്കെ ഡിക്കോയുടെ സിനോണിയംസ് ആണ്. ഓക്കെ, അടുത്തത് ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തേത്, വിച്ച് വേർഡ് ഇസ് എ സിനോണിയം ഫോർ ടു റിവീൽ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ? അപ്പൊ ഏതാ ആൻസർ? ഏതാ വരുന്നത്? ഓപ്ഷൻ എ വിത്ത്ഹോൾഡ്, ഓപ്ഷൻ ബി ഡിവൾജ്, ഓപ്ഷൻ സി കൺസീൽ, ഓപ്ഷൻ ഡി റെസ്ട്രെയിൻ. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ടു റിവീൽ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ. അപ്പൊ ആ റിവീൽ എന്ന് പറയുന്ന വേർഡ് കേൾക്കുമ്പോഴേ നിങ്ങൾ ഓർക്കണം എന്താണ് അതിന്റെ മീനിങ്. മീൻസ് അതിന്റെ ആൻസർ ഏതാ? ഡിവൾജ്. അപ്പം ഇതിന്റെ ആൻസർ ആണ് ഡിവൾജ്. വിച്ച് വേർഡ് ഇസ് എ സിനോണിയം ഫോർ ടു റിവീൽ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ? ഏതാണ്? ഡിവൾജ്. ഓക്കെ, അടുത്തത്
Which synonym means to strongly dislike or scorn? ഒരാളെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഡിസ്ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവരോടുള്ള ഹേറ്റ്, ദേഷ്യം, ഇതിനെയൊക്കെ പറയുന്ന വേർഡ് ഏതാണ്? സ്കോൺ. സ്കോൺ. ഓക്കെ, ഏതാണ്? ഡിസ്പൈസ് അല്ലെ? ഡിസ്പൈസിന്റെ മീനിങ് ആണ് സ്കോൺ. അതിന്റെ മീനിങ് എന്ന് വെച്ചാൽ സ്ട്രോങ്ലി ഡിസ്ലൈക്ക് ഓർ ഹേറ്റ് സംവൺ. ഓക്കെ, അടുത്തത് ഇനി കുറച്ച് വേർഡ്സ് ഒരുമിച്ച് തന്നിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ആൻസർ നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യത്തത് ഡില്യൂഷൻ. ഡില്യൂഷൻ എന്ന് കേൾക്കുമ്പോഴേ എന്താ ഓർമ്മ വരുന്നത്? യെസ്, ഇല്യൂഷൻ. ഇല്യൂഷൻ ആണ് ആൻസർ. അടുത്തത് ഡിസ്പൈസ്. ഡിസ്പൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രോങ്ലി ഒരാളെ ഹേറ്റ് ചെയ്യുക, സ്ട്രോങ്ലി ഡിസ്ലൈക്ക് സമ്മൺ. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാ? സ്കോൺ. അടുത്തത് ഡിമൈസ്. ഡിമൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? എൻഡിങ്, ഡെത്ത്, ഇതൊക്കെയാണ്. അപ്പം ഓപ്ഷൻ എ ബർത്ത്, ഓപ്ഷൻ ബി സ്റ്റാർട്ട്, ഓപ്ഷൻ സി എൻഡ്, ഓപ്ഷൻ ഡി ബിഗിനിങ്. ഏതാ? എൻഡ് അല്ലെങ്കിൽ ഡെത്ത്. അടുത്തത് ഡിവൾജ്. ഡിവൾജ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞതാ നേരത്തെ, എന്താണ്? ടു റിവീൽ ആണല്ലേ. അപ്പൊ ഡിവൾജിന്റെ ആൻസർ ഏതാ? റിവീൽ. അടുത്തത് ഡിമർ. ഡിമർ എന്ന് വെച്ചാൽ എന്താണ്? ഒരാളെ തടയുക, ഒബ്ജക്ട് ചെയ്യുക, ആ ഒരു മീനിങ്ങിലാണ് പറയുന്നത്. അപ്പൊ ഡിമർ മീൻസ് ഒബ്ജക്ട്. ഓക്കെ, അടുത്ത ഡിക്കോയ്. ഡിക്കോയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? എന്തെങ്കിലും ഒരു ഡേഞ്ചർ, ആ ഒരു മീനിങ്ങിൽ പറയുന്നതാണ്. ഏതാണ്? അല്ലെങ്കിൽ ഒരാളെ ടെംപ്റ്റ് ചെയ്യുക, ആ ഒരു മീനിങ്ങിലാണ് ഡിക്കോയ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഏതാ? ലുവർ. ഓക്കെ, അപ്പം ഇത്രയും വേർഡ്സ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പം ഡി ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് പഠിച്ചു, അതിന്റെ സിനോണിംസ് പഠിച്ചു, കുറച്ച് എക്സ്ട്രാ വേർഡ്സ് നമ്മൾ പഠിച്ചില്ലേ? ഇതെല്ലാം നിങ്ങൾ ഓർത്തിരിക്കുക, നോട്ട് ചെയ്ത് വെക്കുക, ആവശ്യം വരുമ്പോൾ റിവൈസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത സെഷനിൽ നമ്മൾ ഏതായിരിക്കും? ലെറ്റർ ഇയിലായിരിക്കും വരുന്നത്. അപ്പൊ അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഹാപ്പി ലേണിംഗ്.